ഓണം എന്നത് ഒരു ആഘോഷം മാത്രമല്ല, ഓരോ തലമുറയ്ക്കും വ്യത്യസ്തമായ ഓർമ്മകളുടെ കാലം കൂടിയാണ്. ഇന്നത്തെ ആഘോഷങ്ങൾക്ക് മാറ്റങ്ങൾ ഏറെ ഉണ്ടെങ്കിലും പാലക്കാട്ടെ പഴയ തലമുറയുടെ മനസ്സിൽ ഇന്നും തെളിഞ്ഞു നിൽക്കുന്നത് കുട്ടിക്കാലത്ത് ആഘോഷിച്ചിരുന്ന ലളിതവും കൂട്ടായ്മ നിറഞ്ഞതുമായ ഓണനാളുകളാണ്. മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന കുട്ടിക്കാലത്തെ ഓണത്തിന്റെ നിറമുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് അവർ. അന്നത്തെ ഓണം വലിയ ചെലവുകളോ വിപുലമായ ഒരുക്കങ്ങളോ ഇല്ലാതെയായിരുന്നു. വീട്ടുമുറ്റത്തും തൊടിയിലും വിരിഞ്ഞിരുന്ന പൂക്കൾ ശേഖരിച്ച് കുട്ടികൾ തന്നെയായിരുന്നു പൂക്കളം ഒരുക്കിയിരുന്നത്. പുലർച്ചെ കൂട്ടുകാരോടൊപ്പം പൂക്കൾ തേടി പറമ്പുകളിലും വയലോരങ്ങളിലും പോകുന്നതും ഓരോ ദിവസവും പൂക്കളത്തിന്റെ വലിപ്പം കൂട്ടുന്നതുമെല്ലാം ഇന്നും മറക്കാനാകാത്ത ഓർമ്മകളായി ഇവരുടെ മനസ്സിലുണ്ട്. പുലർച്ചെ എണീച്ചിട്ട് പൂവലിക്കാൻ പോകും. പൂവലിക്കാൻ പോകുന്ന സമയത്ത് പറഞ്ഞ് ഒന്നുമില്ലെങ്കിൽ കുരോട്ടി, അല്ലെങ്കിൽ നമ്മൾ ഉടുത്ത പാവാട തന്നെ അതിനെ ഇങ്ങനെ പൊക്കി പിടിച്ച് അതിൽ മുഴുവൻ പൂവായിട്ട് വരും. പൂവായിട്ട് വന്ന് ഉമ്മരത്തെ മുറ്റം വൃത്തിയായി ചാണകം കൊണ്ട് മെഴുകി ആ പൂക്കളം എല്ലാം അതിൽ വൃത്തിയായിട്ട് പൂവായിട്ടിടും. അത്തം മുതൽ ഉത്രാടം വരെ. തൊടിയിൽ നിന്ന് പണിക്കാരിയെ കൊണ്ട് വരുന്ന ചെമ്മണ്ണ് കൊണ്ടിരിക്കും. ഇവിടെ ആ ചെമ്മണ്ണ് കൊണ്ടാണ് ഞങ്ങൾ മാവേലി ഉണ്ടാക്കുക. മൂന്ന് തടിയന്മാരിങ്ങനെ ഇതുണ്ടായി ത്രിമൂർത്തികളെ ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് കുട്ടികളെ 4 കുട്ടികളെ വയ്ക്കും. പിന്നെ ഉത്രാടത്തിന് അങ്ങനെ തിരുവോണത്തിന് 8 കുട്ടികളെ വയ്ക്കും. അങ്ങനെ ചന്തമായിട്ടാണ് ഇത് അണിയുന്നതിനും ഒരു ഇതൊക്കെ ഉണ്ട്. ഇന്നമാതിരി അണിയണം, ഉത്രാടത്തിന് ഇന്നമാതിരി, തിരുവോണത്തിന് ഇന്നമാതിരി, ആയില്യമകത്തിന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓണം തിരക്കിയിട്ട് തുണിയെടുക്കണ തിരക്കായിരിക്കും. പിന്നെ വളക്കാരൻ ചെട്ടിയാൽ വരും. അപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര ആഘോഷമാണ് ഓണക്കളി കളിക്കുമ്പോൾ വള കിലുങ്ങാനായിട്ട്. അപ്പോൾ കുട്ടികളെ ഞങ്ങളെയൊക്കെ ഇപ്പോൾ ഡാൻസ് പഠിപ്പിക്കും പോലെ ഞങ്ങളെയൊക്കെ ഓണക്കളി കോലടിയൊക്കെയാണ് പഠിപ്പിക്കുക. ഓണക്കാലത്തെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന് പുതിയ വസ്ത്രമായിരുന്നു. പുതുവസ്ത്രം ലഭിക്കുന്ന ദിവസത്തിനായി കുട്ടികൾ കാത്തിരിക്കും. വീട്ടിൽ തയ്യാറാക്കുന്ന വിഭവങ്ങളുടെ മണവും ഓണസദ്യയ്ക്കായുള്ള ഒരുക്കങ്ങളും ബന്ധുക്കളുടെയും അയൽക്കാരുടെയും ഒത്തുചേരലുമായിരുന്നു അന്നത്തെ ഓണത്തിന്റെ മറ്റൊരു പ്രത്യേകത. സദ്യ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചില ആൾക്കാർ മഹാദേവന് ഇതേപോലെ ഇലയിട്ടിട്ട് നാക്കലയിട്ടിട്ട് അവരവരുടെ വീട്ടിലാണ് അന്ന് വെക്കുക. എല്ലാ സദ്യകളും നിറച്ച ആൾക്കാരും ഉണ്ടാവും. അതെല്ലാം വൃത്തിയായി വെച്ച് അന്ന് ഉച്ചയ്ക്ക് മഹാദേവന് പൂജിക്കും. ഈ ഉത്രാടം ദിവസവും തിരുവോണ ദിവസവും അവിട്ടം ദിവസവും ഈ 3 ദിവസവും പണ്ട് ഈ പ്രായമായ മുത്തശ്ശിമാർ നമ്മുടെ കുട്ടികളെയൊക്കെ വരാൻ പറയും. അവരുടെ വീട്ടിൽ ഉച്ചയ്ക്ക് ഓണക്കളി, ഏതെങ്കിലും ഒരു വീട്ടിൽ ഓണക്കളി സംഘടിപ്പിക്കും. അപ്പോൾ എല്ലാവരും ക്ഷണിക്കും, എല്ലാവരും പോവും. പണവും സൗകര്യങ്ങളും കുറവായിരുന്ന കാലത്തും ആഘോഷത്തിന് കുറവുണ്ടായിരുന്നില്ലെന്നാണ് പഴയ തലമുറ പറയുന്നത്. ഇപ്പോൾ ഒക്കെ എല്ലാവരും ഇതുപോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പൂക്കളും പ്ലാസ്റ്റിക് മഹാബലിയും കൊണ്ടുവന്ന് വെക്കുന്നു. അതൊന്നും പക്ഷെ പണ്ടത്തെ ആ കളിമൺ മഹാബലിയുടെ ഒരു ചൈതന്യവും കാണാറില്ല. ഇപ്പോഴെല്ലാം യാന്ത്രികമായി, ജീവിത രീതികളൊക്കെ യാന്ത്രികമായി. അതുപോലെ തന്നെ അസുഖങ്ങളും വന്ന് കൂടാൻ തുടങ്ങി. പണ്ട് ഇത്രയൊന്നും ഒരു അസുഖങ്ങളൊന്നും കേൾക്കാറുണ്ടായിരുന്നില്ലായിരുന്നു. അന്നത്തെ ആഹാര രീതിയും അന്നത്തെ വരമ്പത്ത് കൃഷി ചെയ്ത് പയറ്, വെണ്ടയ്ക്ക, കുമ്പളങ്ങ, മത്തൻ എന്ന് പറഞ്ഞ പോലെ ഒക്കെ കൃഷി ചെയ്ത് ഓണാകുമ്പോഴേക്കൊക്കെ കൊണ്ടുവരുമായിരുന്നു. ഒരു മരുന്നോ ഒരു ഇതോ തെളിക്കാത്ത പച്ചക്കറികളായിരുന്നു. അതിൻ്റെ ടേസ്റ്റൊക്കെ ഇന്നും ഞങ്ങളുടെ നാക്കിന്ന് പോയിട്ടില്ല. പക്ഷേ മക്കൾക്ക് ഒന്നും അത് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. അയൽവീടുകളിലെ കുട്ടികൾ ഒരുമിച്ചുകൂടി കളിക്കുകയും ഓണക്കളികളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. വീട്ടിലെ മുതിർന്നവർക്കൊപ്പം കുട്ടികളും ചേർന്നുള്ള കൂട്ടായ്മയാണ് ഓണത്തിന് കൂടുതൽ നിറം നൽകിയിരുന്നത്. ഇന്നത്തെ ഓണം വിപണിയും ആഘോഷ പരിപാടികളും സാമൂഹിക മാധ്യമങ്ങളുമൊക്കെയായി കൂടുതൽ വിപുലമായെങ്കിലും അന്നത്തെ ഓണത്തിന്റെ ലാളിത്യവും നാട്ടിൻപുറത്തെ കൂട്ടായ്മയും ഇന്നും ഇവരുടെ ഓർമ്മകളിൽ മായാതെ നിൽക്കുന്നു. അന്ന് നമ്മൾ പാശുക്കളുള്ള വീട്ടിൽ പോയി ധാരാളം ചാണകം ശേഖരിച്ചു കൊണ്ടുവരും. ഓരോ ദിവസം മുറ്റത്ത് അത് മെഴുകി ഓരോ പൂക്കളം വെച്ച് ഉടനെ അടുത്ത വീട്ടിൽ പോയി നോക്കും അവിടെ എങ്ങനെയാണ് പൂക്കളം വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു മത്സരബുദ്ധിയോടുകൂടി ചെയ്തിട്ടുള്ള കാലങ്ങളായിരുന്നു. അതെല്ലാം ഇന്ന് ഓർമ്മയിൽ മാത്രമാണ്. സമ്പൽ സമൃദ്ധി പണ്ടത്തെക്കാട്ടിലും ഇന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇതെല്ലാം ഒരു ആർഭാടം മാത്രമായിട്ടാണ് തോന്നുന്നത്. ഇന്ന് എവിടെ നോക്കിയാലും മാവേലിയുണ്ട്, പൂക്കളമുണ്ട്. ഇപ്പോൾ പൂക്കളം ഇടുവാൻ പോലും ധാരാളം ആൾക്കാരെ കിട്ടുന്നുണ്ട്. റെഡിമെയ്ഡ് പൂക്കളമുണ്ട്. ഇതൊക്കെ ഉണ്ടായാലും
പണ്ടത്തെ നമ്മുടെ മാധുര്യം മാഞ്ഞു പോയിരിക്കുന്നു എന്ന് തന്നെ പറയാം. എങ്കിലും ഓണം എല്ലാവരും പണ്ടത്തെക്കാട്ടും നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും അന്നത്തെ നമ്മളായി സഹകരിച്ചുണ്ടാക്കിയ ഓണമല്ല ഇന്നത്തെ. ഓണസദ്യ പോലും റെഡിമെയ്ഡായി ദിവസവും നമുക്ക് കാണാം ഓരോ നോട്ടീസുകൾ. 20 വക ഐറ്റം, 30 വക ഐറ്റം, 40 വക ഐറ്റം ഇതെല്ലാം ഉണ്ടാകുന്നെങ്കിലും അന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കാളൻ്റെയും പുളിശ്ശേരിയുടെയും ഓലൻ്റെയും രുചി ഇപ്പോൾ കിട്ടുന്നില്ല. അത്തത്തിന് തന്നെ നമ്മൾ തുടങ്ങും നാരങ്ങാക്കറി, മാങ്ങാക്കറി, പുളിയിഞ്ചി എന്നിവ. ഇതെല്ലാ ദിവസവും നമുക്ക് ഒരേ കാലത്തേക്ക് ഒരാഴ്ചയ്ക്ക് അത് കരുതി വയ്ക്കുന്ന പതിവുണ്ടായിരുന്നു. അതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ആലോചിക്കുമ്പോൾ സത്യം ആലോചിച്ചാൽ സമ്പൽ സമൃദ്ധിയും സന്തോഷവും ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നേരിയത് ഒരു വിങ്ങലുണ്ട്. കാലം മാറിയെങ്കിലും ഓർമ്മകളിലെ ആ ഓണം മാറിയിട്ടില്ല. ഓണത്തിനെ പറ്റി പ്രളയത്തിന് ശേഷമുള്ള ഓണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചെറിയ കവിത എഴുതിയിട്ടുണ്ട്. അത് കവിതയാണോ എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഞാൻ എഴുതിയിട്ടുണ്ട്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. വെയിലുമായി മാറി മാറി വന്ന് മാവേലി തമ്പുരാനെ മാടി വിളിക്കും നേരം വരുന്നു ഓലക്കുടയുമായി ഉരുതൻ ഓണമുണ്ണാൻ. ഓണക്കോടി ഉടുത്തു ഓണസദ്യയുണ്ട് ഓടി നടക്കും നേരം ആലോകരെ ഓർത്തോടി വന്നു മാവേലി. ഒന്നുമില്ല നാടു കണ്ടറച്ചു നിന്നു. തനിക്കു മുൻപേ വന്നു വിഴുങ്ങി നാടും വീടും സ്ഥാവനങ്ങളും സ്ഥാവര ജംഗമങ്ങളും വരുണൻ വാമദേവൻ. പൂക്കളുടെ മണവും ഓണക്കളികളുടെ ആരവവും വീട്ടിലെ സദ്യയുടെ രുചിയും ബന്ധുക്കളുടെ സ്നേഹവും ചേർന്ന ആ കുട്ടിക്കാലം തന്നെയാണ് പലർക്കും ഇന്നും ഏറ്റവും മനോഹരമായ ഓണം. ക്യാമറമാൻ പപ്പൻ ചിറ്റൂരിനൊപ്പം രേവതി സുബ്രഹ്മണ്യൻ, UTV ന്യൂസ്.